ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതെൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന എത്ര മാറാത്ത കറുത്ത പാടുകളും അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നലെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കോഴിമുട്ടയാണ്. മുട്ട വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇന്നത്തത് കോഴിമുട്ടയാണ് കേട്ടോ. ഇതിൻ്റെ മഞ്ഞ നമുക്ക് ആവശ്യമില്ല, വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലിപ്പോൾ മഞ്ഞ ഞാൻ മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം അവിടെ പൊട്ടിക്കിടക്കുന്നുണ്ട്, അതും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ അതിൻ്റെ മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട്. എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിലേക്കാണ് നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഈ ഒരു എഗ് വൈറ്റിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് പഞ്ചസാരയാണ് കേട്ടോ. അതായത് നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാൻ പാടില്ല. പൊട്ടിച്ചിട്ട് നല്ലോണം പൊട്ടിച്ചിട്ട് വേണം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. 2 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു എഗ് വൈറ്റിന് 2 സ്പൂൺ എന്നുള്ള അളവിലാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബീറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതേപോലെ പതഞ്ഞ് കിട്ടും നമുക്ക് കേട്ടോ. നല്ല രീതിക്ക് നല്ലൊരു വൈറ്റ് കളറിൽ പതഞ്ഞ് കിട്ടും. അപ്പോൾ പാക്ക് നമ്മുടെ റെഡിയാണ്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിവിടെ ഒരു പൊട്ട് കുത്തിയിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് കുറച്ചിട്ടിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ ഫേസിൽ വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം എല്ലാം നമ്മുടെ ഫേസിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഫേസ് നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. മുട്ടയ്ക്ക് കുറച്ച് സ്മെല്ലുണ്ടാവും, പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഒരു സ്മെല്ലുണ്ടാവില്ല. എനിക്കത്ര സ്മെല്ല് തോന്നിച്ചില്ല. എന്നാലും ആ ഒരു മുട്ടയുടെ സ്മെല്ല് ഉണ്ട്. സ്മെല്ല് പറ്റാത്തവരാണെങ്കിൽ, ഈ മുട്ടേൻ്റെ സ്മെല്ല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇതെൻ്റെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒഴുകി വരികയൊക്കെ ചെയ്യും, പക്ഷേ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഒഴുകി പോകുന്ന രീതിയിലൊന്നും ആവില്ല കേട്ടോ. എന്നാലും തുള്ളി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കോഴിമുട്ടയിൽ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എഗ് വൈറ്റ് തലയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പക്ഷേ സ്കിന്നിൽ, അതായത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ വളരെ നല്ല സംഭവമാണ് നമ്മുടെ സ്കിന്നിന് ഈ ഒരു എഗ് വൈറ്റ്. അപ്പോൾ ഇതാ ഫേസിൽ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 to 20 മിനിറ്റ്, ഒരുപാട് ഡ്രൈ ആവുമൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു 20 മിനിറ്റ് ഇതേപോലെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ബാക്കി പരിപാടി ചെയ്യുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയിട്ടില്ല, എന്നാൽ ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ പോകുന്ന ഒരു രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് വേണ്ടത്. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ നേരെ പോയിട്ട് വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ തുണിയോട് തുടച്ചെടുക്കുകയോ ചെയ്യരുത്. നമുക്കിനി ഒരു സ്റ്റെപ്പും കൂടി ഇതിൽ ബാക്കിയുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ കൈ വെച്ചിട്ട് ഫേസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ ഫേസിലുണ്ടാവുന്ന എത്ര പഴകിയ പാടുകളായിക്കോട്ടെ, അതായത് കൊല്ലങ്ങളോളമായിട്ട് കുരു വന്നിട്ട് പോവാത്ത പാടുകളുണ്ടെങ്കിൽ പോലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകളുണ്ടല്ലോ, കണ്ണിൻ്റെ അവിടുത്തെ ചുളിവ്, ചുണ്ടിൻ്റെ അവിടുത്തെ ചുളിവ്, ആ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു പാക്ക് നമുക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടത്. ഈ ഒരു എഗ് വൈറ്റിൻ്റെ ഫേസ് പാക്ക് വീക്കിലി ഒരു 1 ടൈം യൂസ് ചെയ്ത് ഒരു 2 മാസമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള എല്ലാ പഴകിയ പാടുകളും ചുളിവുകളും എല്ലാം പോയിട്ട് നല്ല ക്ലിയർ സ്കിന്നായിട്ട് നമുക്ക് കിട്ടാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ക്ലീനിങ് സ്പോഞ്ച് എടുത്തിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് പാക്ക്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ കൂടി എത്രത്തോളം ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആയ പോലെ, ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയതുപോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ അതിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ.
ഞാൻ ഈ ഒരു പാക്ക് വീക്ക്ലി 1 ടൈം വെച്ചിട്ട് 2 മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് നിങ്ങളിലേക്ക് ഷെയറും ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ ഫേസൊക്കെ നല്ലോണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയ പോലെയും അതുപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആയ പോലെയും ബ്രൈറ്റ് ആയ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.